welcome to Spain. Ade, guys, we are in Barcelona, Spain. Priya, high five. Where the high five? ഭയങ്കര വിൻഡിയാണ്. ആക്ച്വലി ബാഴ്സലോണ ഇസ് എ വിൻഡി സിറ്റി. സോ ഫസ്റ്റ് തന്നെ പറയാനുള്ളത് എന്താണ്, ആർ യു ഗൈസ് എക്സൈറ്റഡ് ടു ബി വിത്ത് OHF and explore Spain? One of the most beautiful, liveliest, youngest, vibrant country ആണ് സ്പെയിൻ. Football is so cold. It is very cold comparatively, but യൂറോപ്പിൽ ആക്ച്വലി comparatively less cold ആയിട്ടുള്ള സ്ഥലം ബാഴ്സലോണയാണ്. ആൻഡ് നമ്മൾ ഇവിടുന്ന് തുടങ്ങുന്നത് നേരെ ക്രിസ്റ്റഫർ കൊളംബസ് മോണ്യുമെന്റിൽ നിന്നാണ്. കാരണം നമ്മൾ എക്സ്പ്ലോറേഴ്സ് ആണ്. അതുപോലെ തന്നെ ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്കയിലേക്കുള്ള ഫസ്റ്റ് വോയേജ് ഈ സ്ഥലത്ത് നിന്നാണ് തുടങ്ങിയത്. സോ ലൈക്ക് ക്രിസ്റ്റഫർ കൊളംബസ്, ദില്ലു, പ്രിയ ആൻഡ് വേദു അല്ലെ എക്സ്പ്ലോറേഴ്സ്, എക്സ്പ്ലോറിംഗ് ഫാമിലി. വേദു ഭയങ്കര ഹാപ്പിയാണ്. തണുപ്പുള്ള സ്ഥലം വേദുവിന് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കും ഇഷ്ടമാണ്. പ്രാമെന്ന് വേദു തന്നെ ഇറങ്ങി ഡാൻസ് കളിക്കാൻ തുടങ്ങി കാറ്റടിച്ചപ്പോൾ. ഓക്കെ, സോ വൺസ് അഗൈൻ വെൽക്കം ടു സ്പെയിൻ. How excited are you? വേറെ കാര്യമുണ്ട്, സാറ കണ്ടുപിടിച്ച രാജ്യം, സാറയുടെ രാജ്യം. അല്ല, നിങ്ങൾ ഇപ്പൊ ആകാംക്ഷയൊക്കെ നിങ്ങളുടെ ഈ ഒരു എപ്പിസോഡിൽ ഇപ്പൊ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങളും ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കുമല്ലോ ഞങ്ങളുടെ കൂടെ ഫുൾ സ്പെയിൻ കാണാൻ. കാരണം നമ്മളിവിടെ ഒരു മാസമുണ്ട്. വി ആർ നോട്ട് ഗോയിങ് ജസ്റ്റ് ബാഴ്സലോണ, നോട്ട് മാഡ്രിഡ്, നോട്ട് വലൻസിയ, ബട്ട് ദ ഹോൾ ഓഫ് സ്പെയിൻ. സോ പ്ലീസ് bear with us every day at 10 AM to see this amazing country, rich in culture, food, shopping and heritage. Okay, ഡ്രസ് എങ്ങനെയുണ്ട്? ഡ്രസ് കണ്ടു കഴിഞ്ഞാൽ ഒരു 4 ലെയർ ഇട്ടിട്ടുണ്ട് പ്രിയ. പക്ഷെ എന്തായാലും വേദം ഡാൻസിങ് ഒക്കെ ചെയ്തു, എല്ലാവരും ഹാപ്പി. അപ്പൊ സ്പെയിൻ നമുക്ക് എക്സ്പ്ലോറിംഗ് തുടങ്ങുന്നത് ബാഴ്സലോണയിൽ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ആൻഡ് ഇവിടുത്തെ ഇത് ലാ റാംബ്ലാസ് എന്ന് പറഞ്ഞ ഒരു സ്ട്രീറ്റ് ആണ്. ലാസ് റാംബ്ലാസ് ഏറ്റവും ടൂറിസ്റ്റി ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ, അല്ലെങ്കിൽ ഏറ്റവും ടൂറിസ്റ്റി ആയിട്ടുള്ള സ്ട്രീറ്റ് ആണ്. പക്ഷെ ഏറ്റവും വൈബ്രൻസി ഉള്ളതാണ്. ഇവിടെ രാവിലെ രാത്രി ഒക്കെ ഭയങ്കര ലൈവ്ലി ആയിരിക്കും. സോ നമുക്ക് ഇവിടുന്ന് തന്നെ നമ്മുടെ ടൂറ് തുടങ്ങാം അല്ലേ? നടക്കാം. പ്രിയ, ഇവിടുത്തെ ഏറ്റവും ഫേമസ് ഈ ഒരു സ്ട്രീറ്റിലെ ഇതുപോലത്തെ ലൈവ് പെർഫോമേഴ്സ് ആണ്. ഇതിപ്പം തിരക്ക് കുറവായതുകൊണ്ടായിരിക്കും, പക്ഷെ അല്ലെങ്കിൽ എല്ലായിടത്തും ഇതുപോലത്തെ ലൈവ് പെർഫോമൻസ് കാണും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, പൈസ ഇട്ടാലേ ഇവരൊക്കെ അനങ്ങുള്ളൂ. ആൻഡ് പൈസ ഇടാൻ എൻ്റെ ചില്ലറയില്ല. അതെ, അപ്പൊ ഇവരിപ്പോ പൈസ ഇട്ടാലേ അനങ്ങുള്ളൂ. പക്ഷെ എന്ത് ചെയ്യും, ചില്ലറ ഒന്നും ഇല്ലാതെ ആയിപ്പോയി. ഇനി നമുക്ക് ചില്ലറ കിട്ടുമ്പോ ഇതുമാതിരി വേറെ ഏതെങ്കിലും നനക്കി കാണിച്ചു. അതെ പ്രിയ, ഞാൻ ഇട്ട് നോക്കാം. കിട്ടി കുറച്ച് ചേഞ്ച് ഇട്ട് നോക്കാം, ചിലപ്പോ കളിച്ചാലോ. ഹൈഫൈ കൊടുക്കും, ഏതോ ഹൈഫൈ കൊടുക്ക്. എത്ര നേരം ഇങ്ങനെ നിൽക്കുമല്ലേ? അതെനിക്ക് മനസ്സിലാവാത്ത എങ്ങനെ ഇവർ ഇങ്ങനെ നിൽക്കുന്നത്. Stands like this until he gets the money. How can he stand like this? Oh, അനങ്ങുന്നില്ല കണ്ടാ. ആൻഡ് ഗൈസ്, ലാസ് റാംബ്ലാസിന്റെ തുടക്കം തന്നെ ഔട്ട്ഡോർ ഡൈനിങ്ങും കഫേസും പിന്നെ സാംഗ്രികാസ് ഒക്കെ പറഞ്ഞ ഡ്രിങ്ക് ഉണ്ട്. അതൊക്കെ ഇവിടെ വന്ന് എല്ലാരും കുടിച്ചോണ്ടിരിക്കുന്ന സ്ഥലമാണ്. ഇവിടുത്തെ മെയിൻ ഡ്രിങ്ക്സ് ഒക്കെയാണ്. പക്ഷെ നമ്മൾ കുടിക്കില്ലല്ലോ, ഇറ്റ്സ് ഓൾ ആൽക്കഹോളിക് ഡ്രിങ്ക്. പക്ഷെ ദ വൈബ്, ഈ ലാസ് റാംബ്ലാസ് എന്ന് പറയുന്നത് 1.2 കിലോമീറ്റർ ഓഫ് ഒൺലി പെഡസ്ട്രിയൻ സ്ട്രീറ്റ് ആണ്, നടക്കാൻ വേണ്ടിയുള്ളതാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇതിന്റെ രണ്ട് സൈഡിലും ട്രാഫിക്കിന് പോകാനുള്ള വഴിയുണ്ട്. സോ സാധാരണ പെഡസ്ട്രിയൻ സ്ട്രീറ്റിൽ നടക്കാൻ മാത്രമല്ലേ പറ്റുള്ളൂ, ഇതിൽ നടക്കും ചെയ്യാം, സൈഡിൽ കാറിലും പോകാം. വേറെ എവിടെ അങ്ങനെ ഇല്ല. ഇവിടെ നടക്കുകയും ചെയ്യാൻ നോക്ക്, പ്രാവുകളൊക്കെ പറക്കുന്നു, നല്ല കാറ്റ്. പഴയ ബിൽഡിങ്സും പഴയ ആർക്കിടെക്ചറും. ആക്ച്വലി സ്പെയിൻ്റെ ഹെറിറ്റേജ് ഒക്കെ നമുക്ക് നാളെ പറയാം, അല്ലെങ്കിൽ ബാഴ്സലോണയുടെ കൾച്ചർ ഹെറിറ്റേജ് ഒക്കെ. ഇന്ന് വി ജസ്റ്റ് എൻജോയ് ദിസ് ബ്യൂട്ടിഫുൾ പ്ലേസ് അല്ലേ? അത് പ്രാവല്ല പ്രിയ, ഇറ്റ്സ് എ സീഗൾ ഓർ സംതിങ്. പ്രിയക്ക് അത് പ്രാവായി തോന്നി. പ്രിയ, എന്തൊരു വൈബ്രന്റ് സ്ഥലമാണ് അല്ലേ? ഫുൾ എല്ലാം ഓപ്പറൈസ് ആണ്, കാരണം ടൂറിസ്റ്റ് ഉള്ള സ്ഥലമാണ് ഈ ലാസ് റാംബ്ലാസ് എന്ന് പറയുന്ന സ്ട്രീറ്റ്. പക്ഷെ പബ്സ്, ഷോപ്പിംഗ്, റെസ്റ്റോറൻറ്റ്സ്, ഔട്ട്ഡോർ ഡൈനിങ്, അതല്ലാതെ ലയണൽ മെസ്സി എന്ന് കേട്ടിട്ടുണ്ടോ? ഫുട്ബോൾ പ്ലെയർ മെസ്സി. മെസ്സിയുടെ ഏറ്റവും കൂടുതൽ കളിച്ച ക്ലബ്ബാണ് ബാഴ്സലോണ. അതെ, അതുകൊണ്ട് തന്നെ ബാഴ്സലോണയുടെ ഒഫീഷ്യൽ ഫുട്ബോൾ സ്റ്റോറൊക്കെ ഉണ്ട്. റൊണാൾഡോ ഇവിടെയല്ല, അല്ല, റൊണാൾഡോയുടെ സ്ഥലം പോർച്ചുഗലാണ്. പക്ഷെ ഹി ഹാസ് പ്ലേഡ് ഫോർ മഡ്രിഡ് എന്ന് പറഞ്ഞൊരു ക്ലബിന്, റിയൽ മഡ്രിഡ്.
മെസ്സിനെ അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? ആരും കാണില്ല. ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു പെഡസ്ട്രിയൻ സ്ട്രീറ്റ് കാണുന്നത്. കാരണം നടുക്കൂടെ പെഡസ്ട്രിയൻ ഉള്ളി, ആ സമയത്ത് രണ്ട് സൈഡിലും കൂടെ വണ്ടികൾക്ക് പോകാനുള്ള സൗകര്യവും. സോ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. അടിപൊളി. ഇത് ആക്ച്വലി 1.2 കിലോമീറ്റേഴ്സ് ആണ് ഈ സ്ട്രീറ്റ്. സോ ഇറ്റ്സ് ലൈക്ക് എ റണ്ണിംഗ് ട്രാക്ക്. ഒന്ന് 3-4 ഓടി വന്ന 5 കിലോമീറ്റേഴ്സ് ആയല്ലോ. അടിപൊളി. ബ്യൂട്ടിഫുൾ. ഈ ഒരു ട്രീസ് ഒക്കെ നിൽക്കുന്നതൊക്കെ സമ്മേഴ്സിലാണെങ്കിൽ ഇവിടെ ഫുൾ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ആയിരിക്കും. ആൻഡ് ഇത് കണ്ട ഈ ട്രീസ് ഒക്കെ ഭയങ്കര ഗ്രീനറി ആയിരിക്കും. നിങ്ങൾ സമ്മർ ഇൻ ലാസ് റാംബ്ലാസ് എന്ന് പറഞ്ഞാൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ സമ്മർ വ്യൂ കിട്ടും. ഭയങ്കര ഭംഗിയാണ്. നമ്മൾ ടൂർ കണ്ടിന്യൂ മുമ്പ് പെട്ടെന്ന് ഭയങ്കരമായിട്ട് വിശന്നു. നമ്മൾ സ്പാനിഷ് ഫുഡ് എക്സ്പ്ലോർ ചെയ്തായിരിക്കും. പക്ഷെ അതിന് മുമ്പ് ഈ ഒരു പിസ്സ കട ഭയങ്കര അടിപൊളിയാണെന്ന് കേട്ടു. സോ അന്ന് നമുക്കൊരു പിസ്സയിൽ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. സ്ലൈസസ് ആയിട്ടാണ് നിൽക്കുന്നത്. ബട്ട് ജസ്റ്റ് ഹൗ ഹ്യൂജ് ഈ സ്ലൈസസ് ആ. ആൻഡ് ഫുഡിൻ്റെ ടൂർ നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ തന്നെ തുടങ്ങാം. ഇറ്റ്സ് ഗോയിങ് ടു ബി സോ ഡെലിഷ്യസ്. കഴിക്കുന്നതിന് മുമ്പ് ഉറപ്പാണ്. പിസ്സ ഞാൻ പറഞ്ഞില്ലേ, സൈസ് തന്നെ. വേദന പിസ്സ പാപ്പ നോക്കിയ പ്രിയ സൈസ് പിസ്സയുടെ തുടക്കം തന്നെ പിസ്സ. വേദന പിസ്സ. പിന്നെ ഒരു കാൽസോൺ എന്ന് പറഞ്ഞ സാധനമാണ്. സോ ഇത് ബേസിക്കലി ലൈക്ക് ഒരു സ്റ്റഫ്ഡ് പിസ്സ പോലത്തെ സംഭവം. സൈസ് ഇറ്റ്സ് ഹ്യൂജ്. ഇനി ഇതൊരു മീറ്റ് പിസ്സ. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. ഒന്ന് ആദ്യം ഒന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കൊടുക്കും. വല്ല സ്പൈസി വല്ല ആണോ എന്ന്. ചിലപ്പോൾ ഇവർ സ്പെയിൻ ആയതുകൊണ്ട് സ്പൈസി സോസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. എന്തേ അമ്മയ്ക്കല്ല കേട്ടോ, അത് മോനാണ്. അമ്മയ്ക്ക് ഇത് ഇവിടെ മീറ്റ് ഉള്ളതുണ്ട്. ഇതെങ്ങനെയുണ്ടെന്ന് ഞാൻ ഒരു ബൈറ്റ് എടുത്ത് നോക്കി. ആദ്യം ഒന്നും കൂടെ ഒന്ന് എടുക്കട്ടെ. ഇറ്റ് ഇസ് ടു ഡെലിഷ്യസ്. ബേസിക്കലി ഫ്രഷ്ലി ബേക്ഡ് പിസ്സ ബ്രെഡ്. അകത്ത് കുറേ ചീസും ഉണ്ട്, കുറച്ചൊരു മാരിനറ സോസ് ഉണ്ട്, കുറേ മീറ്റ് ഉണ്ട്, മുകളിൽ കുറച്ച് ബാർബിക്യൂ സോസ് ഉണ്ട്. ഫസ്റ്റ് പ്രോപ്പർ മീൽ ഇൻ സ്പെയിൻ ഇസ് ഔട്ട്സ്റ്റാൻഡിങ്. ഇതൊന്നും സ്പാനിഷ് ഫുഡ് അല്ല കേട്ടോ. സ്പാനിഷ് ഫുഡ് വരാൻ കിടക്കുന്നേ ഉള്ളൂ. പ്രിയ, യുവർ ഫേവറേറ്റ് ഡിസേർട്ട്. നമ്മളൊരു ക്ലൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിൽ പടം ഉണ്ടോ നോക്ക്. ഇത് ആക്ച്വലി ക്ലോസ് ടു 180-year-old റെസ്റ്റോറൻ്റ് ആണ്. ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇവിടുത്തെ ചൂരോസ് ഭയങ്കര സംഭവമാണ്. കഴിക്കാൻ എനിക്ക് കൊതിയായിട്ട് വയ്യ. ഓക്കെ, ഇത് റെസ്റ്റോറന്റ് പേര് കഫേ ലാ ഒപ്പേറ എന്ന് പറയുന്നത്. കഫേ ഡെ ലാ ഒപ്പേറ ഡെ ബാഴ്സലോണ. ആൻഡ് നേരെ ലാ ലാംബ്ര സ്ട്രീറ്റിന്റെ തൊട്ട സൈഡിലാണ്. സ്പെയിനിൽ വന്നാൽ നിങ്ങൾ മിസ് ചെയ്യാതെ കഴിക്കേണ്ട ഒരു സാധനമാണ്. മ്യൂസിയം അല്ല, ഒരു പഴയ റെസ്റ്റോറന്റ് ആണ്. പ്രിയ, ഹൗസ് ആംബിയൻസ്? ഇവിടെ ആക്ച്വലി റൂഫ് ടോപ്പ് ഉണ്ട്. പക്ഷെ ബിക്കോസ് ഇറ്റ് വിന്റർ ഇറ്റ്സ് ക്ലോസ്. റൂഫ് ടോപ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഫുൾ ബാഴ്സലോണയുടെ വ്യൂ കിട്ടും. അങ്ങനത്തെ സ്ഥലം. ദാറ്റ്സ് ഇറ്റ്സ് വെരി ഫേമസ്. പക്ഷെ ബ്യൂട്ടിഫുൾ ആംബിയൻസ്. പക്ഷെ വരാൻ പോകുന്ന ഫുഡ് നോക്കിക്കുക. ഞാൻ തപ്പി വന്നതാണ്. ബെസ്റ്റ് ചൂറോസ് ഇൻ ബാഴ്സലോണ എവിടെ കിട്ടുന്ന നോക്കിയപ്പോൾ ഇതാ വന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ്. മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം. ഞങ്ങൾ മസ്റ്റായിട്ട് കാണേണ്ട സ്ഥലവും മസ്റ്റായിട്ട് കഴിക്കേണ്ട സാധനമാണ്. പ്രിയ പ്രിയ പ്രിയ, ഇത് നമ്മൾ ആദ്യമായിട്ട് കഴിച്ച എവിടെ ഓർമ്മയുണ്ടോ? ഒരു ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയുണ്ട്. ബിക്കോസ് നമ്മൾ ആദ്യമായിട്ട് എന്തെങ്കിലും ടേസ്റ്റ് ചെയ്യുമ്പോ നമുക്ക് അറിയാൻ പറ്റൂല ഏത് സ്ഥലമാണ്. ബാങ്കോക്ക്. ബാങ്കോക്കിലോ? യു നോ വെൻ ഫസ്റ്റ് നമ്മുടെ ബാങ്കോക്ക് ഹണിമൂൺ ട്രിപ്പ്. എനിക്ക് ഒരു ഓർമ്മയില്ല. ഈ ചൂരോസ് ആക്ച്വലി ഇത് ശരിക്കും ഷുഗർ കോട്ടഡ് ആണ്. പക്ഷെ ഇവിടെ ഒന്നും ഷുഗർ കോട്ടഡേ അല്ല. കാരണം ഈ ചോക്ലേറ്റിൽ മുക്കിയാണ് കഴിക്കേണ്ടത്. ഈ ഒരു ചോക്ലേറ്റ് ഇത് കുടിക്കുന്നത് എനിക്കത് കാണുന്നില്ല. ജസ്റ്റ് സീ ഹൗ തിക്ക് ആൻഡ് ക്രീമി ആൻഡ് റിച്ച് ഇറ്റ് ഇസ്. ദിസ് ഇസ് സച്ച് എ സ്റ്റാർട്ടിംഗ്, വണ്ടർഫുൾ സ്റ്റാർട്ടിംഗ് ഫോർ അവർ ട്രിപ്പ്. എന്റെ മുകളിൽ പാടയൊക്കെ വന്നിരിക്കുന്നു. ഓ പ്രിയ, your favorite dessert in the world, one of your favorite desserts in the world, you will start. First bite of churros from Spain. ചോക്ലേറ്റ് മുക്കുക. ഒന്നുകൂടെ മുക്ക്. ചൂടാ. ആയിക്കോട്ടെ. ഇനി ഒരു ബൈറ്റ് എടുക്കുക. കണ്ടറിഞ്ഞു പോയി. Is it that good? Is it unbelievably good? ചോക്ലേറ്റ് എന്താ? Unbelievable. ഹെവൻലായി അല്ലേ? എല്ലാരും ഞങ്ങൾ ടർക്കി പോയപ്പോ കുനാഫ ഫേമസ് ആയി. ഇനി ചൂറോസ് ഫേമസ് ആവും. കഴിക്കണം കേട്ടോ. So good, no? First bite of my churros in chocolate sauce.
കൊതിയാവുന്നുണ്ട് ആർക്കെങ്കിലും? ഫ്രൈഡ് ക്രിസ്പി സ്ലൈറ്റ്ലി സോൾട്ടി ബാറ്റർ, അകത്ത് ഭയങ്കര സോഫ്റ്റ് ആണ് ആൻഡ് തിക് ക്രീമി ചോക്ലേറ്റ്, അബ്സല്യൂട്ട്ലി ഡെലിഷ്യസ്. ഇതിന്റെ ക്രിസ്പിനെസ് ആണ് എനിക്ക് തോന്നുന്നു ചുറോസിന്റെ സ്റ്റാൻഡ് ഔട്ട് സംഭവം. പക്ഷെ എല്ലായിടത്തും നമ്മൾ ഷുഗർ കോട്ടഡ് കഴിച്ചിരിക്കുന്നത് അല്ലേ, ഇവിടെ ഷുഗർ കോട്ടിംഗ് ഇല്ല. ചെറിയ സോൾട്ടിനെസ് ഉണ്ട്. മേ ബി ഇതായിരിക്കും ഒറിജിനൽ ചുറോസ്. ഇനി ചുറോസ് കഴിക്കോ സ്പെയിനിൽ നിന്ന്? ഫസ്റ്റ് ഡേയിലേ ആയുള്ളൂ. അതെ, ഇവിടുത്തെ വൈബ് എത്ര പറഞ്ഞാലും നമുക്കത് പറഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നില്ല. കാരണം എന്തൊരു ഭംഗി മാത്രല്ല, ആ ക്ലൈമറ്റും കൂടെ വരുമ്പോഴേ അതിന്റെ ഭംഗി കൂട്ടും, അതിന്റെ ഫീൽ കൂട്ടും. അതെ, അത് മാത്രമല്ല ഈ ബിൽഡിങ്സ് തന്നെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. എന്ത് ബ്യൂട്ടിഫുള്ളി റീസ്റ്റോർഡ് ആൻഡ് പ്രിസർവ്ഡ് ബിൽഡിങ്സ് ആണിത്. എല്ലാം വേണ്ട പഴയ ബിൽഡിങ്സ് ആണ്. ഇവിടെ ഗോത്തിക് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞ ഏരിയ ഒക്കെ ഉണ്ട്. അതൊക്കെ എന്തായാലും നാളെ കാണിക്കുന്നതായിരിക്കും. പക്ഷെ ലാസ്റ്റ് റാംബ്ലാസിൽ കൂടെ വാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. കുറെ ഫിലിംസിലുണ്ട് ഈ ഒരു ലൊക്കേഷനൊക്കെ. ഇവിടെ മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്താ പറയുക, ഈ ലാസ്റ്റ് റാംബ്ലാസ് സ്ട്രീറ്റിന്റെ അടിയിലാണ് 3 മെട്രോ സ്റ്റേഷൻസ്. അതാണ് നമ്മൾ നിൽക്കുമ്പോ ഇടയ്ക്കൊരു ഫ്ലോറിലൊരു ഫീല് കുലുക്കമുണ്ട്. മെട്രോ പോകുമ്പോ 3 മെട്രോ സ്റ്റേഷൻസ് സ്ട്രീറ്റിന്റെ അടിയിലാണ്. 3 മെട്രോ സ്റ്റേഷൻസ്. നമ്മൾ തുടങ്ങിയില്ലേ കൊളംബസിന്റെ അവിടെ ഒരു മെട്രോ സ്റ്റേഷൻ ഉണ്ട്. അതല്ലാതെ ഇത് നടുക്കൊരെണ്ണമുണ്ട്, അപ്പുറത്തെ എന്തെങ്കിലും ഒരെണ്ണമുണ്ട്. അപ്പൊ വരാൻ ഏറ്റവും എളുപ്പമല്ല, കാരണം 3 ലൈൻസ് ഉണ്ട് ഇവിടെ. L3, L4, L5, 5 ലൈൻസ് ഉണ്ട്. ആ 5 ലൈൻസിൽ 3 ലൈൻസിൽ ഇവിടെ വന്ന് ഇറങ്ങും. എന്ത് കൺവീനിയന്റ് അല്ലേ? മെട്രോ ഒന്നും കാണിക്കുന്നില്ല, കാരണം പഴയ ഹിസ്റ്ററി ഒന്നും അല്ല, റഷ്യ പോലെയൊന്നല്ല. ഇതൊരു അടിപൊളി ബിൽഡിംഗ് ആണ്. പക്ഷെ ഇതിന്റെ അകത്ത് കയറി നമുക്ക് കാണിക്കാൻ പറ്റില്ല. അറിയാവുന്ന, കാരണം ഇത് അഡൽട്സ് ഒൺലി ആണ്. എന്താ പറയാ, ഇത് അറിയോ? പക്ഷെ പബ്ബല്ല. അത് ഗൂഗിൾ ചെയ്ത് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയി കമന്റ് ചെയ്യും. ഈ ലാസ്റ്റ് റാംബ്ലാസിൽ അഡൽട്സിന്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി, ഒരു മ്യൂസിയം ആണ്. ഈ സ്ട്രീറ്റിന്റെ വേറെ സ്പെഷ്യാലിറ്റി എന്താ അറിയോ, ഈ എൻഡില് ഫ്ലവർ മാർക്കറ്റ് പോലെ ഉണ്ട്. ഫ്ലവേഴ്സ് ഭയങ്കര കാര്യമാണ്. സീഡ്സ് ഉണ്ട്, കണ്ട ഇതുപോലെ കുറെ സീഡ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഡാഡി വന്നിരുന്നെങ്കിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ എന്നിട്ട് വളർന്നില്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാരെ കുറ്റം പറയും, നമ്മളെ പറ്റിച്ചാന്ന് പറയും. ഇത് കണ്ട ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സും ബ്യൂട്ടിഫുൾ ആംബിയൻസ്. ഇതൊക്കെ ക്യാരക്ടർ എന്ന് പറയുന്നത്. ശരിക്കും ഇവിടെ കൂടെ നടക്കുമ്പോൾ യു കൻ ജസ്റ്റ് സ്മെൽ ഓൾ ദിസ്, ആ ഫ്രഷ്നെസ് ഓഫ് ദി ഫ്ലവേഴ്സ്. ഇൻസ്പയറിംഗ് ഒക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, ഒന്ന് കണ്ട് കണ്ട. ഇതൊക്കെയാണ് ശരിക്കുള്ള ഇൻസ്പയർ. അതെ, ഇവരൊക്കെയാണ് നമ്മുടെ ഇൻസ്പിറേഷൻ. ഇപ്പം എന്തൊക്കെ ചെയ്യാം, കയ്യിലങ്ങനെ ബെഗിങ് ഒക്കെ നടക്കാലോ. ബട്ട് ഹി ഹാസ് എ ടാലന്റ്, ഹി ഈസ് യൂട്ടിലൈസിങ് ഇറ്റ്. അമേസിംഗ്, ഹി ഈസ് അമേസിംഗ്. ഇതാണ് വരയ്ക്കുന്നത്, കണ്ടോ? നൈസ് അല്ലേ വേദു? നൈസ് അല്ലേ ചേട്ടാ? പിന്നെ കേറണ്ട, ഇപ്പൊ ഞാൻ ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ. ഏറ്റവും വലിയ ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ എന്ന് പറഞ്ഞാൽ സ്പെയിനിലെ ഇതാണ്. പ്രിമാർക്ക് എന്ന് പറഞ്ഞൊരു സ്റ്റോർ ആണ്. ഓക്കെ, ഇത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ആണ്. സോ ദേ ഹാവ് എവറിത്തിങ് ലൈക് ക്ലോതിങ് ആൻഡ് ഹൗസ് ഹോൾഡ് സ്റ്റഫ് ആൻഡ് എവറിത്തിങ്. കേറുന്നില്ല, ഓക്കെ, സമയമില്ല. ഇത് നമ്മുടെ ഫസ്റ്റ് ഡേ ആയിട്ടുള്ളൂ. കിടക്കുന്നുണ്ട്, പക്ഷെ ജസ്റ്റ് കാണിച്ചു തരാം. അതെ, അത് മാത്രമല്ല, യു കെൻ ജസ്റ്റ് ഇമാജിൻ, ഇവർക്ക് ഏറ്റവും എക്സ്പെൻസീവ് സ്ഥലമാണ് ബാഴ്സലോണയുടെ ഈ ഒരു റാംബ്ലാസ് സ്ട്രീറ്റ്, ലാസ്റ്റ് റാംബ്ലാസ് സ്ട്രീറ്റ്. അപ്പൊ അവിടെ ഇത്രയും സ്പേസും ഇത്രയും വലിയ ബിൽഡിംഗ് എടുക്കണമെങ്കിൽ ഇവർ എന്തുമാത്രം ഹ്യൂജ് ആയിരിക്കും എന്ന് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാമല്ലോ. അതിന് ഇവിടെ നിന്നാണ് ലാസ്റ്റ് റാംബ്ലാസ് തുടങ്ങുന്നത്. ഇവിടെ വേൾഡിലെ തന്നെ സ്പെയിനിലെ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ഫുഡ് മാർക്കറ്റ്സ് ഉണ്ട്. ഫുഡ് മാർക്കറ്റ് ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു വ്ളോഗ് ചെയ്യാൻ വിചാരിച്ചു, പക്ഷേ ഇത് ഇതിൻ്റെ തന്നെ കാണിക്കാം, കാരണം ഐ എം ടു എക്സൈറ്റഡ്. ഭയങ്കര രസമാണ് അത്. വാ, can you see this? I cannot believe this. One of the most beautiful dogs we have seen, no? He's a lion. Hello. He looks like a lion. Vedu kanda? Vedu kanda dog ne? നിക്കുന്നോക്കോ കണ്ട. ഓ, ഏത് ബ്രീഡാന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റ് ചെയ്യണേ. He is unbelievable. ഓ, പോകുന്നുണ്ട് പ്രിയ. അതിനെ വലിച്ചിട്ട് പോകുന്നില്ല, ഫുഡ് കൈ കാണിച്ചാ കൊണ്ടുപോകുന്നത്. അടിപൊളി. വളർത്തിയ
പുലിയാണോ സിംഹമാണോ വീട്ടിൽ നിന്ന് ചോദിക്കും. പക്ഷെ ഒറ്റ കേറില്ല ഇത് പോട്ട് പോകുന്നുണ്ട്. എങ്ങനെ കുളിപ്പിക്കും? പ്രിയ, വെൽക്കം ടു മൈ വേൾഡ് ലാ ബൊക്കേറിയ ഫുഡ് മാർക്കറ്റ്. നമ്മളൊരു ഫുഡ് മാർക്കറ്റ് വ്ളോഗ് വേറെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് ഇവിടുത്തെ ഒരു ടൂറിസ്റ്റ് ആണെങ്കിലും ഓൾഡസ്റ്റ് ഫുഡ് മാർക്കറ്റ് ആണ്. ക്ലോസ് ടു 250 years ഓൾഡ് ആണ്. ജസ്റ്റ് കയറി കണ്ടിട്ട് പോവാം. ഫസ്റ്റ് ഡേ അല്ലേ? ബാ. ഞാൻ ലൈറ്റ്സ് ഒക്കെ കണ്ടപ്പോ ഞാൻ വെച്ചെന്തോ ക്രിസ്മസിന്റെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ ഇതല്ല, ഇത് റെഗുലർ ത്രൂ ഔട്ട് ദി ഇയർ ഉള്ള ഒരു മാർക്കറ്റ്. പക്ഷെ ഇപ്പൊ ക്രിസ്മസ് തീമിൽ ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. This looks so stunning. The freshest of produce, freshest of fruits, vegetables. ചിലപ്പോൾ താപ്പാസ് കിട്ടും. താപ്പാസ് മീൻസ് ആക്ച്വലി ഫുഡാണ്, ചെറിയൊരു പോർഷൻസ് ഓഫ് ഫുഡാണ്, അല്ലെങ്കിൽ ആപ്പറ്റൈസേഴ്സ് എന്ന് പറയാം. പക്ഷെ നമുക്ക് തുടങ്ങുന്നത് തന്നെ എന്തിലേക്കാണെന്ന് നോക്കാം. ഓ, പ്രിയക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത സാധനം ചോക്ലേറ്റ് സ്ട്രോബെറി. ഒട്ടും ഇഷ്ടമല്ലാന്നോ? വാങ്ങണ്ടേ? കണ്ണും വിഴിഞ്ഞ് പൊളിഞ്ഞു വരുമല്ലോ ഇപ്പൊ. പ്രിയ, ഇത് നോക്കിക്കേ, ജെല്ലീസ്. എന്ത് രസം നോക്ക്. മൈ ഗോഡ്, എന്തെടുക്കും പറയാ. ഇത് ശരിക്കും ഇത് മാത്രമായിട്ട് ഒരു വ്ളോഗ് ചെയ്യണമായിരുന്നു. അത്രയും ഷോപ്സ് ഉണ്ട്. ഇത് കണ്ട മാക്രോൺസിന്റെ കളക്ഷൻസ്. എത്ര ഫ്ലേവർ മാക്രോൺസ് ആണ് നോക്കിക്ക്. ഒരു 5, 8, 9 മാക്രോൺസ്. അവിടെ കപ്പ് കേക്ക്സ്, പിന്നെ ഫ്രഷ്ലി മെയ്ഡ് ചോക്ലേറ്റ്സ്. ക്രേസി കേട്ടോ, ക്രേസി കളക്ഷൻ. ഓറഞ്ച് വിത്ത് ചോക്ലേറ്റ്. എന്തൊക്കെ എടുക്കണം എന്നറിയില്ല. ആദ്യം ഒന്ന് കറങ്ങിയിട്ട് ലാസ്റ്റ് എടുക്കാം. കഴിഞ്ഞിട്ടില്ല ചോക്ലേറ്റിന്റെ കളക്ഷൻസ്. കുറെ ടൈപ്പ് ചോക്ലേറ്റ്സ്, ചോക്ലേറ്റ് ലോഗ്, അതല്ലാതെ ചോക്ലേറ്റ് കപ്പ് കേക്ക്സ്, ചോക്ലേറ്റ് സാന്റാക്ലോസ്, ചോക്ലേറ്റ് പപ്പാനി, ചോക്ലേറ്റ് ട്രീസ്, ചോക്ലേറ്റ്. വേറെ ഒന്നും കാണാൻ വയ്യ. യു കെൻ ഇമാജിൻ ഹൗ ഹാപ്പി അല്ലെ? മാസ്ക് ഇട്ടാലും നിങ്ങൾക്ക് അറിയാലോ എന്റെ മുഖത്തുള്ള ചിരി എത്രയായിരിക്കും. കണ്ണിക്കൂടെ കാണാം ഇതൊക്കെ കാണുമ്പോ. ചോക്ലേറ്റ് പപ്പാനിനൊക്കെ കണ്ടോ? കാണിക്കാൻ വന്ന വേദു നോക്ക്. ചോക്ലേറ്റ് പപ്പാനി കണ്ടോ? കണ്ടോ ചോക്ലേറ്റ് പപ്പാനി വേദു. തക്കാളിയുടെ ഒക്കെ കളർ നോക്കിക്ക്. അയ്യോ, തക്കാളിയുടെ സൈസും കളറും ആ ഒരു ഫ്രഷ്നെസ്. സവാളയും എവറിത്തിങ് സോ അപ്പറ്റൈസിങ്. ക്യാപ്സിക്കത്തിന്റെ ഒക്കെ സൈസ് കണ്ടോ? ഇത് ഒരു കളർ ഗ്രേഡിംഗ് ഇല്ല കേട്ടോ. ദിസ് ലുക്സ് ആക്ച്വലി ലൈക്ക് ദിസ് ഇറ്റ്സെൽഫ്. ഇതാണ് ഫ്രഷ് എന്നൊക്കെ പറയുന്നത്. കുറച്ച് പൈസ കൂടുതൽ കൊടുത്താലും ഉണ്ട്. തക്കാളിയുടെ ഒക്കെ സൈസ് കണ്ടോ പ്രിയ? നോക്ക്, എന്താ ഇത്? ഫോണിന്റെ കവറ് അല്ല, അത് ചോക്ലേറ്റാ. അതോ? ഐഫോണിന്റെ ചോക്ലേറ്റ്. ഓ മൈ ഗോഡ്. ഞാൻ ചോദിച്ചത് എന്താ ഫോൺ വെക്കുന്നതിന്റെ ഇടയിൽ നോക്കി ഞാൻ ചോദിച്ചു ചോക്ലേറ്റ് ആണോ. He said yes. This is amazing. See this? ഇതൊക്കെ കണ്ടു. ഓ cool, no? പ്രിയ, അത് നോക്ക്, ഇത് നോക്ക്, അത് നോക്ക്, ഇത് നോക്ക് പറഞ്ഞു നടക്കാതെ ഇത് നോക്കിക്കേ. എന്താ സ്ട്രോബെറി ചോക്ലേറ്റ്. ഓ, ദിസ് ഈസ് ചോക്ലേറ്റ് സ്ട്രോബെറി. ഓക്കെ പ്രിയ, നമുക്ക് ഇതെടുത്ത് നോക്കിയാലോ? നട്ട്സ് വിത്ത് സ്ട്രോബെറി. ദിസ് വൺ. ഇതൊക്കെയല്ലേ പ്രിയ സ്പെയിനിൽ വേണ്ടി ഇങ്ങനത്തെ മാർക്കറ്റിലൊക്കെ ഇതൊക്കെ ട്രൈ ചെയ്ത്. നമ്മൾ യൂറോപ്പിൽ പോയപ്പോ അനുവിന്റെ കൂടെ പോയപ്പോ കഴിച്ചിട്ടില്ലേ? അതൊന്നും എനിക്ക് ഓർമ്മയില്ല. വേഗം കഴിച്ചിട്ട് എനിക്കിതാ. അതിന്റെ വേണമെങ്കിൽ ജ്യൂസ് ഒക്കെ ട്രൈ ചെയ്യാൻ. ഇത് ഒറ്റ കടിക്ക് എടുക്കണോ? ആ, സ്ട്രോബെറി ഒറ്റ ബൈറ്റിൽ എടുക്കണം. പാടാ. അന്ന് ഞാൻ കഴിച്ചോളാം. ഒന്നും കിട്ടില്ല, ചോക്ലേറ്റ് മാത്രം എടുത്തോണ്ട് പോയി. ജ്യൂസിനോ സ്ട്രോബെറി സോ ജ്യൂസി. കണ്ട എല്ലാം വെളിയിലേക്ക് വരുന്നു. അകത്തൊരു പുളിപ്പ്, പുറത്ത് മധുരം പ്ലസ് നട്ട്സ്. ഓവറോൾ എങ്ങനെയുണ്ട്? ടു ഗുഡ്. ഓവറോൾ ചോദിക്കണ്ടല്ലോ. അതെ, പക്ഷെ എനിക്ക് ഞാൻ പ്രിയ സംസാരിക്കുമ്പോ ഞാൻ ഇത് ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ നോക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് നോക്കി കണ്ടപ്പോ ഇവിടെ കണ്ടോ വോഫിൾസ് ആൻഡ് ഫിഷ് ആൻഡ് ചിപ്സ് ഒക്കെ പോലെ എന്തൊക്കെ എടുക്കണം എന്നറിയില്ല. ഓ, എല്ലാം എടുത്തോണ്ട് പോകും. ഇതെന്താ? ഓ, ദിസ് വിൽ ബി ഗുഡ്. സ്വീറ്റ് പൊട്ടാറ്റോ. പ്രിയ, ഓ പ്രിയ അവിടെ ബിസിയാ. അന്ന് ഇത് കഴിഞ്ഞിട്ട് ഞാൻ എടുക്കാം അടുത്ത വീഡിയോ. ഇങ്ങനെ വേണം കഴിക്കാൻ അല്ലേ? ഓ, ഞാൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനാ? It is just an explosion of flavors in the mouth. പറയോ? കഴിച്ചോണ്ടിരിക്കുമ്പോഴും ഫ്ലേവേഴ്സ് വന്നോണ്ടിരിക്കുന്നു. പ്രിയാണല്ലേ? നല്ല ക്രഞ്ചിനെസ് ഓഫ് ദ നട്ട്സ്, ചോക്ലേറ്റ് സ്വീറ്റ്നെസ്, സ്ട്രോബെറിയുടെ പുളിപ്പും ടാർട്ട്നെസ്സും,
അകത്ത് ഒരു ബർത്ത് ഓഫ് ഫ്ലേവേഴ്സും ഫ്ലഷ് ആ ഒരു ഫ്രഷ്നെസ് അബ്സല്യൂട്ട്ലി വണ്ടർഫുൾ. ഇത് വേണമെങ്കിൽ അത് വേഗം കഴിക്കും, എന്നിട്ട് വേണം കുറച്ചുകൂടെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ. എന്താ ഇത് എന്തെടുക്കും ഇതൊക്കെ എനിക്ക് ബാങ്കോക്ക് വന്നൊരു ഫീൽ ഒരു ഫീൽ ഉണ്ട്. അതെ ഇത് കണ്ട ഇവിടെ ഇങ്ങനത്തെ ഫ്രഷ് മറ്റേ പഫ്സ് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ആക്ച്വലി ഇത് എംപനാഡാസ് എന്ന് പറയുന്നത് എംപനാഡാസ് എന്ന് പറയും. ഇറ്റ്സ് ലൈക്ക് ബേസിക്കലി നമ്മുടെ ഒരു പഫ്സ് ഒക്കെ പോലത്തെ ഒരു സംഭവം തന്നെയാണ്. പക്ഷെ അതല്ലാതെ ഇവിടെ നോക്ക്, ഞാൻ ഫ്രൂട്ട്സും ഒക്കെ മാത്രമേ കിട്ടുള്ളൂ. ഇവിടെ മറ്റേ നാച്ചോസും സാൻഡ്വിച്ചസും എവറിത്തിങ് യു ഗെറ്റ് ആൻഡ് നോട്ട് ദാറ്റ് എക്സ്പെൻസീവ് ആൻഡ് ഓൾ. എല്ലാം ഒരു €3 €4 ആ റേഞ്ചിലൊക്കെയാണ്. ഇറ്റ്സ് റിയലി നൈസ്. കണ്ട €4 €3 ആ റേഞ്ചിലാണ്. അടിപൊളി. പിന്നെ ബെസ്റ്റ് മീറ്റ് കിട്ടുന്ന സ്ഥലമല്ലേ, ഗോട്ടിന്റെയും ഈ ബീഫിന്റെ ഒക്കെ ഒന്ന് കളേഴ്സ് നോക്ക്. I can't believe it how tasty all this will be. എന്തൊരു കളറാ, അത്രയും എനിക്കൊന്ന് അയൺ റിച്ച് ഒക്കെ ആയിരിക്കും തോന്നുന്നു. എന്തൊരു റെഡിഷ് കളറാ. ഇത് കണ്ട ഭയങ്കര ഒരു ഇങ്ങനെ തന്നെ എടുത്ത് കഴിക്കാൻ തോന്നുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് കേട്ടാ. കുക്ക് ചെയ്യാതൊക്കെ എടുത്ത് കഴിക്കാൻ തോന്നുന്നു, ബീഫ് ടാറ്റാർ ഒക്കെ പോലെ. ഇറ്റ്സ് സോ അമേസിംഗ് ദീസ് കളേഴ്സ്. പ്രിയ, അപ്പൊ നമുക്കൊരു ജ്യൂസും കൂടെ കഴിച്ചിറങ്ങാം. നമുക്ക് ഫുഡ് മാർക്കറ്റ് ഒക്കെ പ്രോപ്പർ ആയിട്ട് ഇന്നങ്ങാട്ടി വേറെ നല്ലതുണ്ട്, അത് കാണിക്കാം. ഇന്നൊരു സ്പെയിൻ്റെ ഒരു ഫീലിംഗ് കിട്ടാനായിട്ട് ഇതൊക്കെ കാണിക്കുന്നത്. ഏതാ എടുക്കാൻ പോകുന്നത്? പിന്നക്കൊള്ളാട. ഓക്കെ, പിന്നക്കൊള്ളാട. പൈനാപ്പിൾ കോക്കനട്ട് കുറെ ഉണ്ട്. ബനാന സ്ട്രോബെറി, പ്ലെയിൻ കോക്കനട്ട്, പ്ലെയിൻ സ്ട്രോബെറി, പൈനാപ്പിൾ സ്ട്രോബെറി ഉണ്ട്. അതെങ്ങനെയുണ്ട്? കോക്കനട്ടിന്റെ ഉണ്ട്, പ്ലെയിൻ സ്ട്രോബെറി ഉണ്ട്. ഇത് വേണം. ഐ വാണ്ട് ദിസ് പൈനാപ്പിൾ കോക്കനട്ട്. കൊടുക്കാം. എങ്ങനെയുണ്ട്? €1 ഉള്ളു പ്രിയ. എക്സാക്ട് പിന്നക്കൊള്ളാട. കുടിച്ചു നോക്ക്. പിടിക്ക്. ഞാൻ പറയുന്ന വിശ്വാസമില്ല, കുടിച്ചു നോക്ക്. എങ്ങനെയുണ്ട്? വെരി നൈസ്. How is it possible? ആ തേങ്ങയുടെ പീരയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ഒരെണ്ണം കൂടെ എടുക്കാൻ പോവാ. ഞാൻ വേറെ ഏതെങ്കിലും നോക്കട്ടെ. വെരി നൈസ്. ഇവിടെ നിൽക്കാൻ ഇപ്പൊ വൈകുന്നേരമായ ഇനി നമുക്ക് വെളിയിലൊന്ന് കറങ്ങാം. ലൈറ്റ്സ് ഒക്കെ ഇട്ട് നല്ല ഭംഗിയായിരിക്കും. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഡേ ഓഫ് എ ലോങ് ട്രിപ്പ് ഇൻ സ്പെയിന്റെ അവസാനിപ്പിക്കാം. ഇത് നോക്ക്, കളർ അല്ല പറയാ, എവറിത്തിങ് ടേസ്റ്റ് ജസ്റ്റ് സോ ഗുഡ്. ഈ പച്ചക്കറി വെറുതെ എടുത്ത് കഴിക്കുക, അത്രയും ടേസ്റ്റ്. കുക്കൊന്നും ചെയ്യണ്ട. നമ്മളിപ്പോ കഴിച്ച ജ്യൂസുകളില്ലേ, ഒന്നിലും ഷുഗർ ആഡഡ് അല്ല. എന്തൊരു മധുരം. അങ്ങനെയാണ്. പ്രിയ, രാത്രിയായപ്പോ എങ്ങനെയുണ്ട്? I love Spain. I love December. This place is looking so magical. അല്ല ലൈറ്റ്സ്. എനിക്കൊന്ന് ഡിസംബർ മാത്രമേ ഇങ്ങനെ ലൈറ്റ്സ് ഉള്ളൂ അല്ലേ? എനിക്കൊന്ന് ലാസ്റ്റ് റാംബ സ്ട്രീറ്റ് എപ്പോഴും ഇങ്ങനെയായിരിക്കും. എന്തൊരു ഭംഗിയല്ലേ ബ്യൂട്ടിഫുൾ, സോ ബ്യൂട്ടിഫുൾ ഇൻ ദ നൈറ്റ്. ഇങ്ങനെ കാറ്റും കൊണ്ട് ഇങ്ങനെ നടക്കാം. നല്ല തണുപ്പ്, നല്ല ക്ലൈമറ്റ്, നല്ല ലൈറ്റ്സ്, നല്ല ഫീല്. ഈ സ്പെയിനിൽ വന്ന് നമ്മൾ നിക്കവിടെ കളിക്കാതിരിക്കണ്ട. പ്രിയ, എന്താണ് എന്താ ചിരി വന്നപ്പോ തൊട്ട് തുടങ്ങിയല്ലോ സ്പെയിനില്? എന്താന്നറിയില്ല, ഒരു സന്തോഷം. അത് ആരും ചുറോസും സ്ട്രോബെറിയും ജ്യൂസും നമ്മളിന്ന് ആർത്തി മൂത്ത ഇങ്ങനെ പോയ 2 ദിവസം കഴിയുമ്പോ എന്തായിരിക്കും? അതെ. Just see guys, how beautiful is this? And best part is animal lovers. So people who treat animal good, that means the people are also good. ഒരു രാജ്യം എങ്ങനെ ആനിമൽസിനെ ട്രീറ്റ് ചെയ്യുന്നു അതുപോലെയാണ് ആ രാജ്യത്തിന്റെ ക്യാരക്ടർ. അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യ ഇസ് വെരി ബാഡ് ഇൻ ദാറ്റ്. ബാ പ്രിയ, ഇപ്പൊ നിൽക്കുന്ന അടുത്ത് നമ്മൾ ആരും നോട്ടീസ് ചെയ്യില്ല, പക്ഷെ താഴെ നോക്ക്, ഇവിടെ ആരും നോട്ടീസ് ചെയ്യാത്ത ഒരു സാധനമാണ് ഇത്. ഒരു മൊസൈക്ക് ആണ്. ജോവാനോ അങ്ങനെ ഏതൊരു ആർട്ടിസ്റ്റ് വരച്ചതാണ്. പക്ഷെ ഇതിന്റെ സ്പെഷ്യൽ സംഭവം എന്താണെന്ന് അറിയോ? മില്യൺസ് ഓഫ് പീപ്പിൾ ആർ വാക്ക്ഡ് 1976 തൊട്ട് ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്ത നാച്ചുറൽ പ്രൊഡക്ട്സിന്റെ ക്വാളിറ്റി കൊണ്ടാണ്. അതൊന്ന്. രണ്ടാമത്, ഇവിടെ ബാഴ്സലോണയിൽ ഒരു ഭയങ്കര ഒരു ഫേമസ് ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായിരുന്നു. ഓഗസ്റ്റ് 2017 കണ്ട് ഒരു വാൻ ഈ റോട്ടിൽ കൂടെ പോയി മിഷൻ ഗൺ വെച്ച് അത് ആൾക്കാരുടെ മേത്ത് കയറി ജസ്റ്റ് സ്പ്രെഡ്. ഈ റോട്ടിലായിരുന്നു അത്. ഐ തിങ്ക് 2017 or something.
ഇറ്റ് വാസ് ഓൺലി Recently? 2017 കണ്ട. ഭയങ്കര ഫേമസ് ബാഴ്സലോണ ടെററിസ്റ്റ് അറ്റാക്ക് നടച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ അന്ന് ഈ സ്ട്രീറ്റിലായിരുന്നു ഇൻസിഡന്റ് നടന്നത്. അപ്പൊ അന്ന് ആ മെമ്മോറിയൽ ആയിട്ടും ഇവിടെ എവിടെയോ ഈ ഒരു സ്ട്രീറ്റില് അവരെന്തോ വെച്ചിട്ടുണ്ട്, ഒരു പേരെന്തോ എഴുതിയിട്ട് ലെറ്റ് ദെയർ ബി പീസ് എന്നെന്തോ പറഞ്ഞ്. നോർമലി സ്പെയിൻ ഇസ് വെരി പീസ് ഫ്രണ്ട്ലി കൺട്രി, പക്ഷെ അങ്ങനത്തെ ഒരു സംഭവം കൂടെ നടന്നിട്ടുണ്ട്. സോ ലാസ്റ്റ് റാംബ്ലാസ് അങ്ങനത്തെ കൂടെ ഒരു ഇൻഫേമസ് പാസ്റ്റും കൂടെ ഉണ്ട്, അൺഫോർച്ചുനേറ്റ്. പക്ഷെ ഇറ്റ്സ് എ സോൾ ഓഫ് ബാഴ്സലോണ. ബാ, ലെറ്റ്സ് കണ്ടിന്യൂ അവർ വാക്ക് ത്രൂ ദ സോൾ ഓഫ് ബാഴ്സലോണ. അങ്ങനെ ഞങ്ങൾ ശരിക്കും അവിടെ വെച്ച് ഡിന്നറൊക്കെ കഴിച്ചു, എൻജോയ് ചെയ്തു, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഫസ്റ്റ് ഡേ എക്സൈറ്റ്മെന്റ് കാരണം അതിന്റെ വീഡിയോ ഒന്നും എടുത്തില്ല. എന്തായാലും ഹോപ്പ്ഫുള്ളി യു ഗൈസ് ആർ വെരി എക്സൈറ്റഡ് ലൈക്ക് അസ് ഇറ്റ്സെൽഫ് ടു എക്സ്പ്ലോർ സ്പെയിൻ. കാരണം സ്പെയിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ അധികം ആൾക്കാർക്ക് അറിയാത്ത ഒരു രാജ്യമല്ല. ഇൻ ദ സെൻസ് ഇവിടുത്തെ ഒരു മലയാളത്തിൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വ്ളോഗ്സ് വന്നിട്ടുണ്ട്. ദാറ്റ്സ് വൈ വി ചൂസ് സ്പെയിൻ. ഇറ്റ്സ് വെരി എക്സോട്ടിക് കൺട്രി. സോ ഡു ജോയിൻ us എവറി ഡേ അറ്റ് 10 AM. ഞങ്ങൾ ഒരുപാട് ഡിഫറെന്റ് കാര്യങ്ങൾ കൊണ്ടുവരാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം എത്ര മാത്രം രസകരമായി പാക്കേജ് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ ഉള്ളത്. സോ ഹോപ്പ്ഫുള്ളി വി വിൽ entertain you every day. And Priya, how's Spain first day? Oh, I loved it. Lovely. And the best part I'm so excited to see other places also. ഇതെന്താ പറയാ, സ്പെയിനിൽ വന്നിങ്ങനെ സൺഷൈനും ഉണ്ട്, ഡിസംബറും ഉണ്ട്, ക്രിസ്മസും ഉണ്ട്. സോ എല്ലാം കൊണ്ട് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്ഥലമായിട്ടാണ് സ്പെയിൻ തോന്നുന്നത്. എന്തായാലും ഹോപ്പ്ഫുള്ളി ഇനിയുള്ള ഒരു 2 മാസം അടിപൊളിയായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വേണം. നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ കമന്റ് ചെയ്യണം. അതനുസരിച്ചായിരിക്കും നമ്മൾ വീഡിയോ ഫൈൻ ട്യൂൺ ചെയ്തുകൊണ്ട് വരുന്നത്. സോ അതെ, നിങ്ങൾക്ക് എന്തൊക്കെ കാണണം എന്നുള്ളത് എന്താ നിങ്ങളുടെ എല്ലാ അഭിപ്രായവും ഒന്ന് കമന്റ് ചെയ്യാം. ആൻഡ് എന്തായാലും നമുക്ക് ഇനി നാളെ വീണ്ടും ഈ അടിപൊളി സിറ്റി എക്സ്പ്ലോർ ചെയ്യാം. രാവിലെ ഡെയിലി നിങ്ങളെ കാണുന്നതായിരിക്കും. അപ്പൊ നാളെ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ.